ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഇന്നത്തെ വിഷയം ആസക്തിയരുത് എന്നാണ്. ഇത് ഭഗവത്ഗീത പറയുന്ന 18 പടികളിൽ 6-ാമത്തേതാണ്. തളർച്ചയും ദുഃഖവും ഭയവും ആലസ്യവും ക്രോധവും ഒക്കെ കഴിഞ്ഞ് നാം ആസക്തിയരുത് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് 6-ാമത്തെ പടിയായിൽ ഒരു ശ്ലോകം ഓർമ്മിക്കുകയാണ്, ഒരു സന്ധ്യാവന്ദനം. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവൂ ശിവശംഭോ. അത് വേറൊരവസരത്തിലാണ് പറയുന്നതെങ്കിലും ഈ 6-ാം പടി സുപ്രധാനമാണ്. ആസക്തി അരുത് എന്ന് പറയുമ്പോൾ അനാസക്തനായിരിക്കുക, ആസക്തി ഇല്ലാതെ ഇരിക്കുക. അതിൻ്റെ ആ 3-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകം നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മസമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ എന്നാണ്. തസ്മാത് അസക്ത സതതം, എല്ലായ്പ്പോഴും അസക്തനായിട്ട്, ശക്തിയില്ലാതെ, ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യുക. കാര്യം കർമ്മസമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നവരാണ് പരമമായ ലക്ഷ്യത്തെ, പരമമായ മോക്ഷത്തെ പ്രാപിക്കുന്നത് എന്നത്രേ. അതാണ് പുരുഷധർമ്മം എന്ന്. ഈ ആസക്തിയില്ലാതെ ഇരിക്കുന്നതിനാണ് അനാസക്തി എന്ന് പറയുന്നത്. ഇവിടെ ഓർമ്മിക്കേണ്ടത്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന, സ്വാതന്ത്ര്യം നിർഭയത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, മറ്റുള്ളവരിൽ നിന്ന് എല്ലാം മോചനം. മഹാത്മാഗാന്ധി തൻ്റെ പ്രവർത്തനങ്ങളിൽ, തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. തനിക്ക് ഏതൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നു, ഏതൊക്കെ സന്ദർഭങ്ങളിൽ, ഏതൊക്കെ പ്രതിസന്ധികളിൽ ഉത്തരം തേടേണ്ടതായി വരുന്നുവോ, അപ്പോൾ ആ ഭഗവത്ഗീതയാണ് അദ്ദേഹത്തിന് തുണയായിട്ടുള്ളത്. അദ്ദേഹം പറയും, അതിന് വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ പേര്, ഭഗവത്ഗീതയ്ക്ക് നൽകിയ വ്യാഖ്യാനത്തിൻ്റെ പേര് അനാസക്തി യോഗം എന്നാണ്. അനാസക്തി എപ്പോഴും എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് കർമ്മത്തിൻ്റെ ലക്ഷ്യം പിഴയ്ക്കുകയില്ല. അസക്തമായിട്ടുള്ള ഒരവസ്ഥ, അത് കർമ്മണേവ സംസിദ്ധി എന്ന് പറഞ്ഞ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, കർമ്മണേവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി എന്നാണ്. എന്താണ് കർമ്മം, എങ്ങനെയുള്ളതാണ് കർമ്മം എന്ന് വ്യാഖ്യാനിക്കുകയാണ്. അസക്തമായിട്ട് അനാസക്തിയോടുകൂടി കർമ്മം ചെയ്യണം. ആ കർമ്മം എങ്ങനെ ചെയ്യണം? ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി എന്നാണ്. ലോകസംഗ്രഹം എന്നാൽ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകുക എന്നാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം ഇവിടെ ഗീതയിൽ നമുക്ക് ലഭിക്കുന്നു. ഫലമൊന്നും ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം എന്നാണ്. അതിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരാൾ ജലത്തിൽ മുങ്ങി താഴുന്നു, അയാളെ രക്ഷിക്കണം. ആ രക്ഷിക്കുമ്പോൾ അയാളുടെ ജീവനെ രക്ഷിക്കുക എന്നതാണ്. അവിടുന്ന് കിട്ടുന്ന പ്രതിഫലത്തെ ആലോചിച്ചെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നത് ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ അതൊരു വ്യക്തിയുടെ കാര്യത്തിൽ, അല്ലാതെ തന്നെ ലോകത്തിന് മുഴുവൻ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ലോകസംഗ്രഹമേവാപി സംപശ്യൻ എന്ന് പറയുന്നത്. ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ, എന്ത് കിട്ടും എന്ന പ്രതീക്ഷയില്ലാതെ അനാസക്തമായിട്ട് ജോലി ചെയ്യുന്നു. ഇതുകൊണ്ടാണ് അനാസക്തി യോഗം എന്ന്, ഗീതയ്ക്ക് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്, അനാസക്തി യോഗം എന്ന് ഗാന്ധിജി തൻ്റെ വ്യാഖ്യാനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മലയാള വിവർത്തനം നമുക്കുണ്ട്, എല്ലാ ഭാഷകളിലും അത് വിവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി ഗീത പഠിച്ചത് തന്നെ ഏറ്റവും താൻ ദക്ഷിണാഫ്രിക്കയിൽ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, ജോലി ചെയ്തിരുന്ന കാലത്താണ്. അദ്ദേഹം ഓരോ ശ്ലോകങ്ങളായിട്ട് എഴുതി വയ്ക്കും. കുളിമുറിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഷേവ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ശ്ലോകം ചുമരിൽ എഴുതി വയ്ക്കും. ആ ശ്ലോകം ഷേവിങ്ങിനിടയിൽ തന്നെ ശ്ലോകം ബൈ ഹാർട്ടാക്കിയിരിക്കും. അത്ര തൃഷ്ണയായിരുന്നു അത് പഠിക്കുന്നതിൽ. അങ്ങനെ ഒരു തൃഷ്ണ. ഇന്നിപ്പോൾ നമ്മുടെ ഇതിൽ ഭയം നേരത്തെ പറഞ്ഞല്ലോ, അതുമാതിരി കുട്ടികളെ ഒരു ശ്ലോകം പഠിക്കുന്നത് പോലും നിർബന്ധിക്കാൻ പറ്റില്ല. മനഃപ്പാഠം പഠിക്കാൻ പറയുന്നത് നിർബന്ധിക്കാൻ പറ്റില്ല.
അപ്പോൾ അത് പിന്നെ കുട്ടികളെ മോശമാക്കലാണ്, അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കലാണ്, അവരെ ഭയപ്പെടുത്തലാണെന്നൊക്കെ വരും. ഇത് പഠനം അതിന് ഒരു ഭയമായി തീരരുത്. പഠനം രസകരമാവണം, ആസ്വാദനം, അതിൽ ആത്മാവ് അർപ്പിച്ചുകൊണ്ട് പഠനത്തിലായാലും മറ്റൊരു കർമ്മത്തിലായാലും ഇതെല്ലാം സമസ്തവും നമ്മൾ അർപ്പിച്ചുകൊണ്ട് വേണം എന്നതാണ് ഗീതൻ. അതാണ് ഗീതയുടെ പ്രാമുഖ്യം ഗാന്ധിജി കണ്ടറിഞ്ഞിരുന്നു, ബാലഗംഗാധര തിലകൻ കണ്ടിരുന്നു, വിവേകാനന്ദൻ, എത്രയോ മനുഷ്യർ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംശയ നിവാരണിയായിട്ട്, ജീവിതത്തിൻ്റെ വഴികാട്ടിയായിട്ട് ഗീതയെ കണ്ടിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അനാസക്തി യോഗമെന്നല്ലോ മഹാത്മജി, അനാസക്തി യോഗമെന്നല്ലോ മഹാത്മജി ശ്രീകൃഷ്ണഗീതയ്ക്കു പേരു നൽകി. ആ മഹാഗ്രന്ഥമാണെൻ്റെ വഴികാട്ടി ജീവിത വിജ്ഞാന വൈജയന്തി. ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.